നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF മാന്യമായിട്ട് തോറ്റു. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം രാജിവെക്കുമോ? ഇനി ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല. എങ്കിലും അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. ഏറ്റെടുത്ത് തൻ്റെ മന്ത്രിസഭയുടെ തന്നെ രാജി അങ്ങ് കൊടുത്തേച്ച് ഗവർണറോട് അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടാമല്ലോ. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതും കൂടെ ഒരുമിച്ച് വന്നാൽ അത്രയും ചിലവ് കുറഞ്ഞു. ഒരു പക്ഷേ അങ്ങനെ ചെയ്തേക്കുമോ? എവിടെ നാണമുണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റൂ. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. സ്വപ്ന ആ കേസിൽ, ശിവശങ്കരനും ഉൾപ്പെട്ട ആ കേസിൽ അന്നേ അദ്ദേഹം രാജിവെച്ച് പോകേണ്ടതാണ്. നാണമുള്ളവനാണെങ്കിൽ പോകേണ്ടതാണ്. സി അച്യുതമേനോൻ്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ആളാണെങ്കിൽ രാജിവെച്ച് പോകേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഉരുണ്ടുകൂടിയ അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് തന്നെയുള്ള ആ ED കേസുകൾ വന്നപ്പോൾ എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് നിയമസഭയെ പൊക്കി കാണിക്കുകയല്ല, രാജിവെച്ചുകൊണ്ട് അഗ്നിശുദ്ധനായി തിരിച്ചു വരികയാണ് നാണമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അപാരമായ തൊലിക്കട്ടി ഉണ്ടെങ്കിൽ പിന്നെ കടിച്ച അധികാരത്തിൽ തൂങ്ങിയിരിക്കും. അതിൻ്റെ ഉദാഹരണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയാണോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കണ്ടിട്ട്? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലാകുമെന്ന് സ്വരാജും പറഞ്ഞു, മുഖ്യമന്ത്രിയും പറഞ്ഞു, MV ഗോവിന്ദനും പറഞ്ഞതാണ്. പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു. ജനറൽ സെക്രട്ടറി MA ബേബി പോലും ആദ്യം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്രയും നടപ്പാക്കിയൊരു സർക്കാരിന് തീർച്ചയായിട്ടും അവിടെ വിജയിക്കാൻ സർക്കാരിൻ്റെ പ്രതിനിധിയെ നിലമ്പൂരുകാർ വിജയിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അവസാനം തോറ്റപ്പോൾ പ്ലേറ്റ് മാറ്റി. ഞാൻ പറഞ്ഞു ഇത് ഭരണവിരുദ്ധ വികാരമല്ല, നിലമ്പൂരിലെ പ്രത്യേക സാഹചര്യമാണ്, നിലമ്പൂർ ഒരു UDF മണ്ഡലമാണ്, LDFൻ്റെതല്ല. ഇതൊന്നും അറിയാതെയാണോ ഇവർ ആദ്യമേ മത്സരിക്കാൻ പോയത്? അതെ, ഇവർ ട്രംപിന് പഠിക്കുകയാണോ PV അൻവറിന് പഠിക്കുകയാണോ? നാഴികയ്ക്ക് 40 വട്ടം അഭിപ്രായം പറയുന്നത് പോലെ ട്രംപിന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വീക്ഷണം, അത് കഴിയുമ്പോൾ വേറൊരു വീക്ഷണം. ഇവർ വർഗീയതയെ എതിർക്കുകയും ചെയ്യുന്നു, PDPയെ ചങ്ങാത്തം കൂട്ടും, INLനെയും ചങ്ങാതികളാക്കി വയ്ക്കുകയും ചെയ്യുന്നു. എന്തൊരു ഇരട്ടത്താപ്പാണ് ഇവർ ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ എതിർപ്പ് വന്നു തുടങ്ങി. ഇതുവരെ പിണറായി വിജയൻ ലെജൻഡെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ തന്നെ പിണറായി വിജയൻ വലിയൊരു ബ്ലണ്ടറാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ബ്ലണ്ടറാണെന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് അത്ര ശക്തമായ ഒരു അതുപോലെ പാർട്ടിക്കെതിരെ ഉണ്ട് അദ്ദേഹത്തിന്. സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് വലിയ ബ്ലണ്ടറായി പോയി എന്നിപ്പോൾ പറയുന്നുണ്ട്. വലിയ ബ്ലണ്ടറായി പോയെന്ന്. കാരണം വർഗീയ പ്രീണനം നടത്തുന്ന ഇവിടെ ഹിന്ദു സ്ഥാനാർത്ഥി ഒരു വലിയ ഫാക്ടറാണ് പ്രശാന്ത്. മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താതെ വടക്കുന്നുള്ളവരാണ്, മലബാറിൽ നിന്നുള്ളവരാണ്. അപ്പോൾ വർഗീയത എത്രമാത്രം വിഴുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള വാദങ്ങളുണ്ട്. അപ്പോൾ ഇതല്ല സ്വരാജോ എന്താ പറയുന്നത്? ഇത് വിരലെഴുത്തൊന്നുമല്ല. എത്രയാ വോട്ട് പോയിരിക്കുന്നത്? എത്ര ശതമാനമാണ്? 10% അല്ലേ വോട്ട് കുറഞ്ഞിരിക്കുന്നത്? 10% വോട്ട് കുറഞ്ഞത് പരാജയം സമ്മതിച്ച് 9.0% വരുന്നത്. ഇത് ഒരു ഹിതപരിശോധന തന്നെ ആയിരുന്നു. ഇപ്പോൾ തന്നെ രാജിവെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇനി 9 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ രാജിവെപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും. അപ്പോൾ പാർട്ടിയുടെ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയി. പണ്ട് പിഴയില്ലാത്ത വിധത്തിൽ കറക്റ്റായിട്ട് ജയം ഇത്ര വോട്ടിനെന്ന് അവർ കണക്ക് കൂട്ടുമായിരുന്നു. അത്ര പരാജയം ഇത്ര വോട്ടിന് 1800 വോട്ടിന് ജയിക്കുമെന്നാണ് സ്വരാജ് പറഞ്ഞത്. ബൂത്ത് തലത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കാണ്, അല്ലാതെ സർവേ ഒന്നും അല്ലിത്. ആ ഫീഡ്ബാക്കിൽ 1800 വോട്ട് അവിടെ കംപ്ലീറ്റ് തെറ്റിയിരിക്കുന്നു. പാർട്ടിക്ക് ഇങ്ങനെ തെറ്റുപറ്റുമ്പോൾ ബൂത്ത് തലം മുതലുള്ള അതിൻ്റെ പ്രവർത്തനം സജീവമല്ല എന്നുള്ളതാണ്. അത് വഴിതെറ്റിപ്പോയിരിക്കുന്നു, അതിൻ്റെ കാര്യക്ഷമത കുറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ അത് വലിയൊരു തോൽവിയാണ്. വലിയൊരു തോൽവിയാണ് അതിന് സംഭവിച്ചിരിക്കുന്നത്. കണക്കുകൂട്ടലുകളെല്ലാം പിഴയ്ക്കുകയാണ്. അപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും തെറ്റായിരിക്കുന്നു എന്നാണ്. അപ്പോൾ സർ, ഈ ഭരണത്തിനേറ്റ പിണറായി വിജയനേറ്റ ഒരു മുഖമടച്ചുള്ള അടിയാണ് നിലമ്പൂർ തോൽവി എന്ന ഒരു വിലയിരുത്തൽ ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ അതിശക്തമായ ഒരു എതിർപ്പ് സെക്രട്ടേറിയറ്റിൽ ഉയരുകയും ചെയ്യാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. പണ്ട് കോൺഗ്രസ് പാർട്ടി സംസ്ഥാന സമ്മേളനം നടന്നപ്പോഴോ
മധുരയിൽ പാർട്ടിയുടെ കോൺഗ്രസ് നടന്നപ്പോൾ ദേശീയ ആ വിമർശിക്കപ്പെടാത്ത വിമർശനങ്ങൾക്ക് അതീതനായി നിന്ന ഒരേ ഒരു വ്യക്തി പിണറായി വിജയൻ. പോളിറ്റ് ബ്യൂറോയിലും അത് തന്നെ. സൂപ്പർ ഹ്യൂമൻ പദവിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനം ഉയർന്നു വരും. ഈ പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ കംപ്ലീറ്റ് എതിരാളികളെല്ലാം വെട്ടി നിരത്തി തൻ്റെ ആ എന്താ പറയുക അപ്രമാദിത്വം ഉറപ്പിച്ചയാളാണ്. അങ്ങനെയുള്ള പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇത്തരത്തിലൊരു ഒരു എതിർ സ്വരം, ഒരു എതിർ ശബ്ദം ഉയരുമോ? അതാണ്. അല്ല, ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഭരണം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ അതിൻ്റെ റോൾ എന്നേ പോയി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയിൽ വലിയ ഹോപ്പൊന്നും അതിനില്ല. പോളിറ്റ് ബ്യൂറോ അങ്ങ് ഡൽഹിയിലാണെങ്കിൽ അത് AKG സെൻറ്ററിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു പാർട്ടി രണ്ടെണ്ണം ഉണ്ടല്ലോ. ഒരെണ്ണം ദേശീയ പോളിറ്റ് ബ്യൂറോ, സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെ ആക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടി ചുരുങ്ങി വരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ താല്പര്യങ്ങളില്ല. പിന്നെ താല്പര്യമുള്ളത് കേരളത്തിൽ മാത്രമാണ്. ഇപ്പോൾ പാർട്ടിയിലും പാർലമെൻ്ററി വ്യാമോഹവും ഒക്കെ വളരെ വ്യാപകമാണ്. പണ്ടത്തെ പാർട്ടിയല്ല. അതുകൊണ്ടാണ് ഈ ബൂത്ത് തലം മുതൽ കണക്ക് വരെ തെറ്റിപ്പോകുന്നതേ. പോയി വിജയൻ പോലെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒരുപാട് ഒലിച്ചു പോയി. നിങ്ങൾ പാർട്ടി ഉണ്ടാവും, പക്ഷേ ആളുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് സത്യമായിക്കൊണ്ടിരിക്കുന്നു. സത്യമായെന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ ദി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ്. പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ ഇവിടെ വിമർശിക്കാത്തരയില്ല. ഈ പാർട്ടി എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? അതിൻ്റെ ജീവശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ അധികാരമായിട്ടുണ്ട്. അതെ, ഓരോ കുടുംബത്തിലും പെട്ട മാർക്സിസ്റ്റുകാർക്കെല്ലാം കൃത്യമായിട്ട് ഏതെങ്കിലും ജോലി കിട്ടുന്നുണ്ട്. പേഴ്സണൽ സ്റ്റാഫിൽ വിളിച്ചിട്ട് പെൻഷനോട് കൂടിയ ജോലി കൊടുക്കുന്നുണ്ട് പാർട്ടിക്കാർ തന്നെ. അല്ലെങ്കിൽ കിഫ്ബി വിളിച്ചിട്ട്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണല്ലോ കൂടുതൽ, അവർ കൂടുതലും പാർട്ടി അനുഭാവികളാണെങ്കിൽ അവരെ പിടിച്ച് ഈ കിഫ്ബിയിലേക്ക് അങ്ങിടും. നല്ല ശമ്പളമായിട്ട് അവർക്ക് സുഖമായിട്ട് കഴിയാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ യൂസുഫ് അലിയെ വിളിച്ചിട്ട് ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കും. അധികാരത്തിലിരിക്കുമ്പോഴല്ലേ ഇത് സാധിക്കും. അധികാരത്തിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ യൂസുഫ് അലി രണ്ടാമത് ലാഭം നോക്കുന്ന ആളാണ്, നല്ല കൗശലമുള്ള ആളാണ് അദ്ദേഹം. രണ്ടാമത് വരട്ടെ എന്ന് പറയും. മനസ്സിലായോ? അത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് രക്ഷയില്ല. ഇത് നോക്കിയാണ് ഇപ്പോൾ പാർട്ടിയിൽ അവർ നിൽക്കുന്നത്. അല്ല സോഷ്യലിസം സ്ഥാപിക്കാനാണോ? ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമായിട്ട് സോഷ്യലിസം മാറിക്കഴിഞ്ഞില്ലേ? അധികാരം. അവർ പുതിയൊരു വാക്കുകൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസം പ്രായോഗികമായി നടപ്പാക്കുക. ഒരു പുതിയ വാക്കുകൂടെ. കമ്മ്യൂണിസം പ്രായോഗികമല്ലെന്ന് ലോകം തന്നെ തെളിയിച്ചു കഴിഞ്ഞില്ലേ? വൻ പരാജയമാണ്. അത് അപ്രായോഗികമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അതിനെക്കുറിച്ച് അതിന് ചരമോപചാരം ലോകം അർപ്പിച്ചു കഴിഞ്ഞു. എന്നാലും സാർ, ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദം ഉയരുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഉയരും. പക്ഷെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും പിണറായി വിജയന് ഉള്ള ഒരു സ്വീകാര്യത ഇനി പഴയതുപോലെ ആ സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടാകുമോ? ക്രമേണ ഈ ഗ്രാഫ് താഴോട്ട് വരികയുള്ളൂ. അല്ല പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു അത്ഭുതം. ചില പത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ഡൽഹിയിൽ മറുപടി പറയേണ്ടി വരും എന്നാണ് പിണറായി വിജയൻ. അതായത് പോളിറ്റ് ബ്യൂറോയിൽ, കേന്ദ്ര കമ്മിറ്റിയിൽ ഒക്കെ ഈ നിലമ്പൂർ പരാജയത്തിന്റെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരും. അവിടെ പിണറായി ആൻസറബിൾ ആണ്, മറുപടി പറയേണ്ടി വരും. പത്രങ്ങൾക്കൊക്കെ ടൈറ്റിൽ ഇത്തിരി എക്സാജറേഷൻ വേണം, അതിനുവേണ്ടി എഴുതുന്നുള്ളൂ. അങ്ങനെ സംഭവിക്കുന്ന ആരല്ല, ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഈ പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അത്ര അപ്രമാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതിന് അത് തുടർന്നേ. അതെ, പക്ഷേ ഇപ്പോൾ അത് ഗ്രാജുവൽ ആയിട്ടുള്ള ഇറ്റ് ഈസ് ഇൻ ദി ഡിക്ലൈനിങ് പ്രോസസ്. അതെ, ഗ്രാജുവൽ ആണ്, താഴോട്ടാണ് ആണ്, പെട്ടെന്ന് അല്ല സംഭവിക്കുക. ആ പാർട്ടിയെ പറ്റി പഠിച്ചതൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. താഴോട്ട് ക്രമേണ നിപതിക്കും. പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടാകാൻ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തപ്പോഴും പാർട്ടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണല്ലോ. അതുണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഗ്രാജുവലായിട്ടുള്ള അത് പാർട്ടിക്കും അത് സംഭവിക്കും. കേരളത്തിൽ അത് പാർട്ടിക്കും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു താഴോട്ടുള്ളൊരു പശ്ചാത്ഗമനം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. പിന്നോട്ടുള്ള പിന്നടത്തം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്.